ഹലോ ഗായ്സ്, നമ്മളപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ദിവസമാണ് വന്നേക്കണത്. അപ്പോൾ ഞാൻ എന്താ മെയിനായിട്ട് ഇവിടെ വന്നേക്കണതിൻ്റെ കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. 3 പാർട്ടായിട്ട് ഇട്ടേക്കണത്. 3ാമത്തെ പാർട്ടാണ് ഇത് ഗായ്സ്. അപ്പോൾ ഇത് കണ്ടാലാണ് ഞാൻ എന്തിനാണ് തിരുവനന്തപുരത്ത് പോയെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, ഈ വീഡിയോ 3ാമത്തെ പാർട്ട് കുറച്ചും കൂടെ സ്പെഷ്യലാണ് ഗായ്സ്. അത് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ആൾ തന്നെയാണ് എന്നെ ഒന്ന് റിമെമ്പർ ചെയ്തത്, വീണ്ടും ഓർമ്മിപ്പിച്ചത് ഇത് ഇടണില്ലേന്ന് ചോദിച്ച്. ഈ വീഡിയോയ്ക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് പുള്ളിക്കാരനത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരു മെമ്മറി ആയിരിക്കും. പുള്ളിയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഇത്. അപ്പം എനിക്കിതിനകത്ത് പാർട്ടാകാൻ പറ്റിയില്ല, എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ അടുത്തു കൂടെ പോണ ആൾക്കാരൊക്കെ കളിയാക്കണേന് തിരുവനന്തപുരത്തെക്കുറിച്ച് എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നല്ല സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അതേ ഫാമിലി ആയിട്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതേ ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ പേരാണ് ഞാൻ നേരത്തെ കാണിച്ച് തന്നിരിക്കണത്. നല്ല ഹോട്ടലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കണേണ്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സൈസ് ഓഫീസർമാരായിട്ട് ജോയിൻ ചെയ്തേക്കണ അവരുടെ പാസിങ് ഔട്ട് സെറിമണി ആയിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ചേട്ടായിനെ കാണാൻ വേണ്ടി. അപ്പം ഞങ്ങളെല്ലാവരും നോക്കിയാണ് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഈ എക്സൈസ് ഓഫീസറായിട്ട് കയറിയേക്കണത്. എൻ്റെ 5 ഗ്രൂപ്പായിട്ടാണ് നിൽക്കണത്, 5ഓ 6ഓ എൻ്റെ ഓർമ്മ. കുറേ നാളായി. അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഇടണം, ഞാൻ മറന്നുപോയി പകുതിയൊക്കെ. പിന്നെ ഇത് ഫാമിലിപരമായിട്ടൊക്കെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ് എല്ലാവരെയും. ഈ ഇവിടെ ഇരിക്കണ സൈഡിലിരിക്കണൊക്കെ ഫാമിലീസും അവിടുത്തെ ഉള്ള ഓഫീസേഴ്സുമാരുടെ ഫാമിലിയൊക്കെയാണ് എല്ലാവരും ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പരിപാടി കാണേ. ഇവർ നടന്നു കാണാൻ നല്ല രസമില്ല ഗൈസ്. ഞാനിങ്ങനെ സ്പീഡാക്കിയിട്ടതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടായി ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ചേട്ടായിനെ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കാണണം, അപ്പോൾ ചേട്ടായിനെ കാണാൻ പറ്റും. പിന്നെ എനിക്കിതിങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ സൂം ചെയ്തിട്ടുതരാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നടന്ന് പോവുകയാണ്. ഇത് ഇവരുടെ എല്ലാം എത്ര നാളത്തെ കഷ്ടപ്പാടായിരിക്കും എന്നറിയോ. അതുപോലെ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റിയതായിരിക്കും. കാരണം അവരത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ ടാറ്റ വരുന്നു ഗൈസ്, കണ്ടോ കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കമൊന്നും ഇല്ലാണ്ട് പഠിച്ച് അങ്ങനെ കിട്ടിയ ഒരു ഇവരുടെ ലൈഫിൽ ഏറ്റവും വലിയ പാർട്ടായിരിക്കും ഇത്. ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക്. പക്ഷെ എന്തായാലും ഇവർ നടന്നു പോകണം കാണാൻ നല്ല രസമില്ലേ. ഇതിനെക്കുറിച്ച് ഘോരമായി പ്രസംഗിക്കാനൊന്നും അറിയാൻ പാടില്ല, അറിയാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് നിങ്ങൾ വോയിസ് ഇല്ലാണ്ട് കേൾക്കട്ടോ. ഈ പരിപാടിയൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കണ്ട് ഒത്തിരി നേരം ഉണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേപോലെയൊക്കെ ചെയ്യണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവരുടെ ഫാമിലീസൊക്കെയാണ് ഇവിടെ എല്ലാവരും ചുറ്റും കൂടി ഇരിക്കണത്. എല്ലാവരെയും അവരൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കണേണ്. ഇതാണ് ഗായ്സ് കാണേണ്ട കാഴ്ച. ഇതാണ് മനസ്സ് നിറഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ. ഫാമിലിയൊക്കെ ഇത്രയും ദിവസം കാണാണ്ട് ഇരുന്നിട്ട് കണ്ടു കഴിയുമ്പോൾ അവരുടെ മൊത്തം സന്തോഷം കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത്, ഇതാണ് ഗായ്സ് ചേട്ടായി, ഞാനും ചേട്ടായും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞത് ചേട്ടായും വൈഫാണ് കേട്ടോ. അത് ഞങ്ങൾ ആടിമലയിൽ പോയി. ഞങ്ങൾ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. പക്ഷേ കുറേ നേരം കിടന്ന് കാലൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കൊണ്ടുവന്ന്. പിന്നെ എൻ്റെ പൊട്ടൊക്കെ പോയെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പൊട്ടൊക്കെ പടർന്നിരിക്കുന്നു ഗായ്സ്. അപ്പം ഞാനിങ്ങനെ മുടി കെട്ടണതാണോ അയച്ചിടണതാണോ ഭംഗിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അളിയൻ്റെ എക്സ്പ്രഷൻ നോക്കിയേ, ഒടുക്കത്തെ പുച്ഛമാണ് ഗായ്സ്. പുച്ഛമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുള്ളിയാണെന്ന് തോന്നുന്നു പുച്ഛം കണ്ടുപിടിച്ചത്. അങ്ങനെ ഒന്നുമില്ല ഗായ്സ്. എന്നെ ആടിമലയെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലടിച്ചപ്പോൾ മുൻകൈ എടുത്തത് എൻ്റെ അളിയനാ, കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ്. കണ്ടാ, എനിക്ക് സ്വർണ്ണത്തിൻ്റെ മാല മേടിച്ചു തരാമെന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇതിൻ്റെ വോയിസ് ഒറിജിനലി ഞാൻ ഇടൂല, നിങ്ങളാരും കേൾക്കണ്ട.
എന്തായാലും അടിപൊളിയായിരുന്നു. തിരുവനന്തപുരത്ത് പോയിട്ട് അങ്ങനെ ശിവനൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണമെന്ന്. അപ്പോൾ തിരുവനന്തപുരത്തെ വ്ളോഗ് ക്ലോസ്. ടാറ്റാ.